നിങ്ങളിൽ എത്രപേർ എപ്പോഴെങ്കിലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട്, ലോകത്തിൽ ചില ആളുകൾ മാത്രം എന്തുകൊണ്ടാണ് അതിസമ്പന്നരായി തുടരുന്നത്, അതേസമയം മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ എത്ര കഷ്ടപ്പെട്ടാലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുമൊരു ഭാഗ്യം കൊണ്ടാണോ ഒരാൾ സമ്പന്നനാകുന്നത്, അതോ അവരുടെ തീരുമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും പിന്നിൽ മറ്റാർക്കും അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ? ഒരുപാട് പണം ലോട്ടറിയടിച്ചവരോ പെട്ടെന്ന് വലിയ സ്വത്ത് ലഭിച്ചവരോ ആയ ആളുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് തരംതാഴുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെയും മറ്റും കാണാറുണ്ട്. എന്നാൽ സ്വയം അധ്വാനിച്ച് പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കോടീശ്വരന്മാരായ ആളുകൾ തലമുറകളോളം ആ സമ്പത്ത് നിലനിർത്തുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാന കാരണം പണം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരിയായി പണത്തെ കൈകാര്യം ചെയ്യാൻ അവർക്ക് അറിയാം എന്നതാണ്. പണത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നവരുടെ കൂടെ മാത്രമേ പണം നിലനിൽക്കുകയുള്ളൂ. ആധുനിക സാമ്പത്തിക വിദഗ്ധർ ഇന്ന് പറയുന്ന ഈ വലിയ സത്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ എക്കാലത്തെയും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജതന്ത്രജ്ഞനുമായ ചാണക്യൻ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ചാണക്യൻ വെറുമൊരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടെത്തി അദ്ദേഹത്തെ പരിശീലിപ്പിച്ച് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. ഒരു സാമ്രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കണം, എങ്ങനെ ഭരിക്കണം, എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്നും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർക്കും ഭരണകർത്താക്കൾക്കും ഒരു മാർഗദർശിയാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ദാരിദ്ര്യമെന്നത് ഒരു ശാപമല്ല, മറിച്ച് അറിവില്ലായ്മയുടെയും അച്ചടക്കമില്ലായ്മയുടെയും ഫലമാണ്. സമ്പന്നനാകുക എന്നത് കേവലം ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നല്ല. അതിന് വ്യക്തമായ കാഴ്ചപ്പാടും കഠിനാധ്വാനവും കൃത്യമായ തന്ത്രങ്ങളും ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി എന്നത് അയാളുടെ ബുദ്ധിയുടെയും ക്ഷമയുടെയും പ്രതിഫലനമാണ് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ പണം എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വളരെ കർശനവും എന്നാൽ പ്രായോഗികവുമായ നിയമങ്ങൾ അദ്ദേഹം ലോകത്തിന് നൽകി. ആ നിയമങ്ങൾ അന്നും ഇന്നും എന്നും പ്രസക്തമാണ്. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിന് മുൻപായി പറയട്ടെ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാണക്യൻ നിർദ്ദേശിക്കുന്ന സാമ്പത്തിക നിയമങ്ങളിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം എന്നത് പണത്തിന്റെ മൂല്യം കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. ഭൂരിഭാഗം ആളുകൾക്കും പണം എന്നാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. പുതിയൊരു വാഹനം വാങ്ങാൻ, വലിയൊരു വീട് വയ്ക്കാൻ, ആഡംബര വസ്ത്രങ്ങൾ ധരിക്കാനൊക്കെയാണ് പലരും പണം ആഗ്രഹിക്കുന്നത്. എന്നാൽ ചാണക്യൻ പണത്തെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പണം എന്നത് അധികാരമാണ്, സുരക്ഷയാണ്, സ്വാതന്ത്ര്യമാണ്. പണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്ന ഒരാൾ ഒരിക്കലും അത് അനാവശ്യമായി ചിലവാക്കില്ല. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ സൂക്ഷിക്കുന്ന ഒരാളെപ്പോലെ സമ്പത്തിന്റെ ഓരോ അംശവും അയാൾ വിലമതിക്കും. നിങ്ങളുടെ കയ്യിലുള്ള പണം എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയവും അധ്വാനവും ചിലവഴിച്ച് നിങ്ങൾ നേടിയെടുത്തതാണ്. ഒരു സാധനം വാങ്ങാൻ നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിലവാക്കുന്നത് ആ പണം സമ്പാദിക്കാൻ നിങ്ങൾ വിനിയോഗിച്ച നിങ്ങളുടെ സ്വന്തം ആയുസ്സിലെ സമയമാണ്. ഈയൊരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അനാവശ്യമായ ആഡംബരങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും പണം കളയില്ല. സമൂഹത്തിനു മുൻപിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പലരും തങ്ങളുടെ വരുമാനത്തേക്കാൾ വലിയ തുക ചിലവാക്കി സാധനങ്ങൾ വാങ്ങുന്നു. കടം വാങ്ങിയും ലോണെടുത്തും തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ജീവിതശൈലി പിന്തുടരുന്നവർ സ്വയം ഒരു വലിയ കുഴിയിലേക്കാണ് വീഴുന്നത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. പണത്തിന്റെ മൂല്യം അറിയുന്നവൻ എപ്പോഴും ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ സമ്പത്ത് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, മറിച്ച് അവന്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ളതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ പണം മാത്രമേ ഉണ്ടാകൂ. അന്ന് നിങ്ങൾ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നിങ്ങളുടെ സഹായത്തിനെത്തില്ല. അതുകൊണ്ട് പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ഓരോ രൂപ ചിലവാക്കുമ്പോഴും ഇത് അത്യാവശ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. പണത്തെ അനാദരിക്കുന്നവനെ പണം വളരെ വേഗം ഉപേക്ഷിച്ചു പോകുമെന്ന് അർത്ഥശാസ്ത്രം കൃത്യമായി പറയുന്നു. സമ്പന്നനാകാനുള്ള രണ്ടാമത്തെ പ്രധാന നിയമം എന്നത് ന്യായമായ മാർഗത്തിലൂടെ വേണം പണം സമ്പാദിക്കാൻ എന്നതാണ്. അതിവേഗം പണക്കാരനാകാൻ വേണ്ടി പലരും കുറുക്കുവഴികൾ തേടാറുണ്ട്. മറ്റുള്ളവരെ വഞ്ചിച്ചും കള്ളം പറഞ്ഞും അഴിമതി നടത്തിയുമൊക്കെ പണം സമ്പാദിക്കുന്നത് ഇന്ന് പലർക്കും ഒരു തെറ്റായി തോന്നാറില്ല. എന്നാൽ ചാണക്യൻ ഇതിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമല്ലാത്ത സമ്പത്ത് ഒരിക്കലും നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അനീതിയിലൂടെ ഒരാൾക്ക് ഒരുപക്ഷെ വളരെ വേഗം വലിയൊരു തുക സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കാം. അയാൾ പെട്ടെന്ന് വലിയൊരു കൊട്ടാരം പണിതെന്നും വന്നേക്കാം. എന്നാൽ ആ സമ്പത്തിന് ഒരു അടിത്തറയുമില്ല. അത് മണലിൽ പണിത വീട് പോലെയാണ്. ചെറിയൊരു കാറ്റടിച്ചാൽ അത് തകർന്നു വീഴും.
മാത്രമല്ല, അന്യായമായി സമ്പാദിച്ച പണം എപ്പോഴും ആ വ്യക്തിയുടെ മനസമാധാനം നശിപ്പിക്കും. അയാൾക്ക് എപ്പോഴും ഭയമായിരിക്കും. എപ്പോഴാണ് താൻ പിടിക്കപ്പെടുക എന്ന ചിന്ത അയാളെ ഉറക്കം കെടുത്തും. ഒരു യഥാർത്ഥ സമ്പന്നൻ എന്നത് രാത്രിയിൽ വളരെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നവനാണ്. ന്യായമായ മാർഗത്തിലൂടെ സ്വന്തം കഴിവും അധ്വാനവും ഉപയോഗിച്ച് പണം സമ്പാദിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം മറ്റൊന്നിലൂടെയും ലഭിക്കില്ല. നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇടപാടുകാർക്ക് നിങ്ങൾ നൽകുന്ന വാക്ക് പാലിക്കുക. ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുക. അവിടെ സത്യസന്ധതയുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. ഇന്ന് ലോകത്ത് വിജയിച്ചിട്ടുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും, അവർ തങ്ങളുടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന്. അതാണ് ധാർമ്മികമായ സമ്പാദ്യത്തിന്റെ ശക്തി. ചതിയിലൂടെ കിട്ടുന്ന പണം ഒരു തലമുറയിൽ തന്നെ അവസാനിക്കുമ്പോൾ, ന്യായമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തലമുറകളോളം നിലനിൽക്കുകയും ആ കുടുംബത്തിന് സമൂഹത്തിൽ വലിയൊരു സൽപ്പേര് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എത്ര വലിയ സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടാലും ഒരിക്കലും നിങ്ങളുടെ മൂല്യങ്ങളെയും സത്യസന്ധതയെയും അടിയറവ് വെക്കരുത്. മൂന്നാമതായി, ചാണക്യൻ പറയുന്ന അതിശക്തമായ നിയമം സമ്പാദ്യത്തെക്കുറിച്ചാണ്. ലഭിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ബുദ്ധിപൂർവ്വം സൂക്ഷിച്ചുവെക്കുന്നവർക്ക് മാത്രമേ എക്കാലത്തും സാമ്പത്തിക ഭദ്രത നേടാൻ സാധിക്കൂ. നിങ്ങൾ എത്ര രൂപ മാസം സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം, അതിൽ എത്ര രൂപ നിങ്ങൾ ബാക്കി വയ്ക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ സാമ്പത്തിക വിജയം ഇരിക്കുന്നത്. ലക്ഷങ്ങൾ മാസവരുമാനമുള്ളവരും മാസാവസാനം കടം വാങ്ങുന്നത് നാം കാണാറുണ്ട്. കാരണം അവരുടെ വരവിനേക്കാൾ കൂടുതലാണ് ചിലവ്. സമ്പാദിക്കുക എന്നത് വലിയൊരു അച്ചടക്കം ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നതാണ് ഇതിന്റെ ആദ്യപടി. ആവശ്യങ്ങൾ എന്നത് നമുക്ക് ജീവിക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്. എന്നാൽ ആഗ്രഹങ്ങൾക്കൊരതിരുമില്ല. ഒരു ആഗ്രഹം സാധിക്കുമ്പോൾ ഉടനെ അടുത്ത ആഗ്രഹം മനസ്സിൽ ജനിക്കും. ഇതിന് പിന്നാലെ പോയാൽ എത്ര പണമുണ്ടെങ്കിലും അത് തികയാതെ വരും. ചാണക്യൻ പറയുന്നത്, വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് സംഭവിച്ചാലും മാറ്റിവെക്കണം എന്നാണ്. അത് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഒരു സുരക്ഷാ കവചമാണ്. ജീവിതം എപ്പോഴും ഒരേപോലെ മുന്നോട്ടു പോകണമെന്നില്ല. അപ്രതീക്ഷിതമായ അപകടങ്ങൾ, രോഗങ്ങൾ, തൊഴിൽ നഷ്ടപ്പെടൽ, സാമ്പത്തിക മാന്ദ്യം എന്നിങ്ങനെ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം സൂക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടും കൈ നീട്ടേണ്ടി വരില്ല. ഒരു ഉറുമ്പ് വേനൽക്കാലത്ത് കഷ്ടപ്പെട്ട് ആഹാരം ശേഖരിച്ചു വെക്കുന്നത് മഴക്കാലത്ത് വിശപ്പില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ആരോഗ്യവും വരുമാനവുമുള്ള കാലത്ത് നാം ബുദ്ധിപൂർവ്വം പണം സൂക്ഷിച്ചു വെക്കണം. ഈ സമ്പാദ്യം എന്നത് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനോ പൊങ്ങച്ചത്തിനോ ഉള്ളതല്ല. അത് നിങ്ങളുടെ ആന്തരികമായ ധൈര്യമാണ്. നിങ്ങളുടെ കയ്യിൽ മതിയായ സമ്പാദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തതയും ധൈര്യവും ഉണ്ടാകും. തൊഴിലിടങ്ങളിൽ അനാവശ്യമായ സമ്മർദ്ദങ്ങൾക്ക് നിങ്ങൾ വഴങ്ങേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു അടിത്തറയുണ്ട്. ഈ അടിത്തറ നിർമ്മിച്ചെടുക്കുക എന്നതാണ് സമ്പന്നതയിലേക്കുള്ള മൂന്നാമത്തെ വലിയ ചുവടുവെപ്പ്. ഇനി നാലാമത്തെയും ഏറ്റവും നിർണായകവുമായ നിയമത്തിലേക്ക് വരാം. അത് നിക്ഷേപമാണ്. വെറുതെ പണം സൂക്ഷിച്ചുവെച്ചാൽ മാത്രം ഒരാൾ സമ്പന്നനാകില്ല എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. അലമാരയിൽ വെറുതെ പൂട്ടിവെക്കുന്ന പണം കാലക്രമേണ അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ പണപ്പെരുപ്പം എന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് 100 രൂപയ്ക്ക് കിട്ടുന്നൊരു സാധനം 10 വർഷം കഴിയുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പണം വെറുതെ ഉറങ്ങാൻ അനുവദിക്കരുത്. അതിനെ ഉണർത്തി ജോലിക്ക് വിടണം. അതായത് കൃത്യമായി നിക്ഷേപിക്കണം. നിക്ഷേപിക്കുക എന്നാൽ പണത്തെക്കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. നിങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം. ചാണക്യന്റെ കാലത്ത് നിക്ഷേപം എന്നത് ഭൂമി വാങ്ങുകയോ കച്ചവടത്തിൽ പണം മുടക്കുകയോ കൃഷി വിപുലീകരിക്കുകയോ ഒക്കെയായിരുന്നു. ഇന്നത്തെ കാലത്ത് അതിന് നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ എവിടെ നിക്ഷേപിക്കണം എന്നതിന് കൃത്യമായ അറിവും പഠനവും ആവശ്യമാണ്. മറ്റൊരാൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരിടത്ത് പണം കൊണ്ടുപോയി ഇടരുത്. അതിലെ അപകട സാധ്യതകളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അമിതമായ ലാഭം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ അത്യാഗ്രഹമാണ്. എന്നാൽ അത്തരം കെണികളിൽ വീഴാതിരിക്കാൻ അതിയായ ശ്രദ്ധ വേണം. ബുദ്ധിമാനായൊരു വ്യക്തി തന്റെ സമ്പാദ്യം മുഴുവൻ ഒരിടത്ത് നിക്ഷേപിക്കില്ല. പലയിടങ്ങളിലായി അത് വിന്യസിക്കും. ഒന്നിൽ നഷ്ടം വന്നാലും മറ്റൊന്നിൽ നിന്ന് ലാഭം കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപങ്ങളെ ക്രമീകരിക്കണം. കാലം ചെല്ലുന്തോറും ചെറിയ നിക്ഷേപങ്ങൾ വലിയ മരങ്ങളായി വളർന്ന് നിങ്ങൾക്ക് നിരന്തരം ഫലം നൽകിക്കൊണ്ടിരിക്കും. ഈയൊരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക ഭദ്രത നേടുന്നത്. ഈ അവസ്ഥയിൽ അയാളുടെ നിത്യച്ചെലവുകൾക്ക് വേണ്ടി അയാൾക്ക് ജോലി ചെയ്യേണ്ടി വരില്ല. കാരണം അയാളുടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായിരിക്കും.
ചുരുക്കത്തിൽ ചാണക്യൻ പറയുന്ന ഈ 4 നിയമങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചക്രമാണ്. പണത്തിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക, ആ പണം വളരെ സത്യസന്ധമായും ന്യായമായും മാത്രം സമ്പാദിക്കുക, കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആർഭാടങ്ങൾ ഒഴിവാക്കി ഒരു ഭാഗം നിർബന്ധമായും സമ്പാദിക്കുക, ആ സമ്പാദ്യത്തെ ശരിയായ അറിവോടെയും ദീർഘവീക്ഷണത്തോടെയും വളരാൻ അനുവദിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കുക. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പ്രാവർത്തികമാക്കുന്ന ഏതൊരാൾക്കും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളെയും തരണം ചെയ്ത് വലിയ നിലയിലെത്താൻ സാധിക്കും. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. നിരന്തരമായ പരിശ്രമവും അചഞ്ചലമായ അച്ചടക്കവും ഇതിന് ആവശ്യമാണ്. എന്നാൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം നേരിടേണ്ടി വരില്ല എന്നത് കാലം തെളിയിച്ച സത്യമാണ്. പണം എന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു യജമാനനാകാൻ ഒരിക്കലും അനുവദിക്കരുത്. പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന ഒരു വിശ്വസ്തനായ ഭൃത്യനായി പണത്തെ മാറ്റുക. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാണക്യന്റെ ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുക. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.